സഹോദര രാജ്യങ്ങൾ തമ്മിൽ കന്നം തിരിഞ്ഞ തമ്മിത്തല്ലാണെന്ന് തോന്നുന്നു ആര് വൃത്തിയായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന് അറിയാൻ വേണ്ടി. ഇതങ്ങ് ബംഗ്ലാദേശിലാണ്. ഇതിന്റെ ഒരു വെജ് വെർഷൻ ഉണ്ട് കൊൽക്കത്തയിൽ, ജാൽമുറി എന്ന് പറഞ്ഞു. ഇൻക്രെഡിബിളി ഡിസ്കസ്റ്റിംഗ് ചിക്കൻ ഡിഷ്. വാങ്ങിച്ച് കഴിച്ചവന്മാരൊക്കെ നടന്നു പോകുമ്പോൾ തുരുമ്പ് പിടിച്ച കിണറ്റിലെ കപ്പിയുടെ ശബ്ദമായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ വാങ്ങിച്ച് കഴിച്ചിട്ട് ബാത്റൂമിൽ പോയിരിക്കുമ്പോഴത്തെ മൈക്കിൾ ജാക്സൺ പാട്ടിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഉണ്ടാക്കല്ലോ, അതുപോലെ കേൾക്കും. മരുഭൂമിയിൽ മഴ പെയ്ത് വെള്ളപ്പൊക്കം വന്നാൽ ഈ മനുഷ്യൻ കയ്യിൽ ഗ്ലൗസ് ഇടൂല. ചെന്നിരിക്കുന്നവന്റെ അന്നനാഥിലോട്ട് എന്തോ സൽഫാൻ ഇടിച്ചിറക്കാൻ നോക്കണടാ. ജീവനോട് ഇരിക്കുമ്പോൾ ഡീകമ്പോസ് ചെയ്യുന്ന ബാക്ടീരിയകൾക്കുള്ള ഇൻവിറ്റേഷൻ ആണ് ഈ കഴിക്കുന്നത്. എനിക്ക് ഇമ്രാൻ ഹാഷിമിയുടെ സിനിമകൾ കണ്ട സമയത്ത് നിന്നാൽ മതി. എന്തിനാ ഞാൻ എന്റെ ബാല്യൊക്കെ ഇത് കണ്ട് നശിപ്പിക്കണം? ആരും പാട്ടുകാരെ അർജിത് സിംഗിനെ പാടി തെറ്റിച്ചുകൊണ്ട് ഇവിടെ പിടിച്ച് പണിക്കിരുത്തിയ നാട്ടുകാർ. അതാണ് ആ സ്ഥലം കണ്ട ഏതോ ബ്രിട്ടീഷുകാരന്റെ കൊച്ചു വയറുള്ള പോലെ ഇല്ലേ. അങ്ങ് ജപ്പാനിൽ ബോംബിട്ട സമയത്താണെന്ന് തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് ആ മെഷീൻ കഴുകിയെന്ന് ഇലക്ഷൻ. എന്നിട്ട് ഇത്രയ്ക്ക് ഡിമാൻഡ് ആയിരുന്നു. ഇനി ഹൃത്തിക് റോഷന് സൗന്ദര്യ രഹസ്യം ഇതായിരിക്കും. ഇതിനൊരു അന്തമില്ലയുടെ പ്രൊഫഷണൽ വൃത്തികെട്ടവന്മാരുടെ നാടായിട്ട് അറിയപ്പെടാനാണ് ഇന്ത്യ ആഗ്രഹിക്കണം. ആരോടോ എന്തൊരു ദേഷ്യമുണ്ട്, മറ്റു രാജ്യക്കാരോടായിരിക്കും. ഇവിടെ പറഞ്ഞവർക്കെല്ലാം ആമാശത്തിൽ അൾസർ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കയറ്റിയിടും.